ഹായ്, ഞാൻ ഡോക്ടർ ഐശ്വര്യ, MO നാസ് ക്ലിനിക് മുക്കം, കോഴിക്കോട്. കുട്ടികളിലെ വിരശല്യം മിക്ക അമ്മമാരും അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും ഇപ്പോൾ വിരശല്യം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. നമുക്ക് മെയിനായിട്ട് 3 വിരകളാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അതിപ്പോൾ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും മെയിനായിട്ട് 3 തരം വിരകളാണ് നമ്മളെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വണ്ണാണ് റൗണ്ട് വേം അല്ലെങ്കിൽ ഉരുളവിര എന്ന് പറയും. അല്ലെങ്കിൽ അടുത്തതാണ് നമ്മുടെ പിൻവേം ആണ് നമ്മൾ ക്രിമി എന്നൊക്കെ പറയുന്ന ആ വേം. അടുത്തതാണ് നമ്മുടെ ഹുക്ക് വേം അല്ലെങ്കിൽ നാടവിര എന്ന് പറയുന്നത്. ഓരോ വിരകളും ഓരോ തരത്തിലായിരിക്കും നമ്മുടെ ബോഡിയിൽ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് റൗണ്ട് വേം അല്ലെങ്കിൽ ഉരുളവിര എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയ വേംസ് ആയിരിക്കും, കുറച്ചും കൂടി ബിഗ് വേംസ് ആയിരിക്കും. അതിൻ്റെ സൈസ് കൊണ്ട് തന്നെ നമ്മുടെ ഇൻഡസ്റ്റൈൽ അല്ലെങ്കിൽ കുടലിന് ബ്ലോക്ക് ഉണ്ടാക്കാനും അത് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും ഈ വിര വഴിവെക്കാറുണ്ട്. അടുത്തതാണ് പിൻവേം അല്ലെങ്കിൽ ക്രിമി. ഇത് സൈസ് കുറച്ചും കൂടി ചെറുതായിരിക്കും. ഈ വിരകളാണ് കുട്ടികളിലും മുതിർന്നവരിലൊക്കെ മലദ്വാരത്തിൻ്റെ അവിടെ ചൊറിച്ചിൽ അവിടെ പറ്റിപ്പിടിച്ച് വളരുന്നത് ഈ ഒരു വിരയായിരിക്കും. അടുത്തതാണ് ഹുക്ക് വേം അല്ലെങ്കിൽ നാടവിര. ഇതിൻ്റെ പേര് പോലെ തന്നെ ഒരു ഹുക്ക് ഇട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടലിൽ പറ്റിപ്പിടിച്ച് വളരുന്ന തരം ഒരു വിരയാണിത്. ഇത് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ ബ്ലഡൊക്കെ വലിച്ചെടുത്ത് നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ ഒക്കെ അനീമിയ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പൊതുവായിട്ട് വിരശല്യം ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എന്തൊക്കെ തരം ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. മെയിനായിട്ട് കുട്ടികളിൽ രാത്രി മലദ്വാരത്തിൻ്റെ അവിടെ ചൊറിയുക, അല്ലെങ്കിൽ ആ ചൊറിയുന്ന ഭാഗത്ത് നല്ല റെഡ്നെസ് ഒക്കെ കാണപ്പെടുക, കുട്ടികളുടെ ഉറക്കം നഷ്ടപ്പെടുക, ഇതൊക്കെയാണ് ഫസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ഓരോ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ചില കുട്ടികൾക്ക് വയറുവേദന അല്ലെങ്കിൽ വയറ് കൊളത്തി പിടിക്കുന്ന പോലെ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോൾ അവരുടെ വയറൊക്കെ പരിശോധിക്കുമ്പോൾ അവർ വേദന പറയും. ചില കുട്ടികൾക്ക് അങ്ങനെയായിരിക്കും ഈ ക്രിമിശല്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് അവർ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചുള്ള ഒരു തൂക്കം വരാതിരിക്കുക, അല്ലെങ്കിൽ നല്ല തടിച്ച കുട്ടികൾ പെട്ടെന്ന് അങ്ങോട്ട് മെലിഞ്ഞു വരിക, ഇതും വിരശല്യത്തിന്റെ ലക്ഷണങ്ങളിൽ കാണപ്പെടുന്നതാണ്. ഈ വേംസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്തിട്ട് കുട്ടികളിലും മുതിർന്നവരും ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാക്കും. കൂടാതെ ചിലർക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ചിലർക്ക് ഡയറിയ ആയിരിക്കും, വയറിന്ന് ഇടയ്ക്കിടയ്ക്ക് വയറ്റുന്ന് പോവുക, അല്ലെങ്കിൽ ചിലർക്ക് മലബന്ധമായിട്ട് കണ്ടുവരാറുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് ഓക്കാനോ അല്ലെങ്കിൽ ഛർദിയൊക്കെ ആയിട്ടൊക്കെ ഈ വേംസിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഈ ക്രിമിശല്യത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു ലക്ഷണമാണ് കുട്ടികൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നത്. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ ഈ മലദ്വാരത്തിൽ ചൊറിച്ചിൽ വരുന്ന പോലെ തന്നെ പെൺകുട്ടികൾക്ക് മൂത്രനാളിയുടെ അവിടെയും ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. കൂടാതെ വായ്നാറ്റം, ഉറക്കത്തിൽ പല്ല് അടിക്കുന്നതൊക്കെ ഈ ക്രിമിശല്യമായി ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങളാണ്. ഈ കണ്ടീഷൻസ് കുറച്ച് സിവിയർ ആയ കണ്ടീഷൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് മലത്തിൽ കൂടെയും ഈ വേംസ് പോകുന്നതായിട്ട് കാണാം. വിരശല്യം പണ്ട് മുതലേ ഒരു കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും, അമ്മമാർക്കും മുതിർന്നവർക്കും ഒക്കെ അതിനെക്കുറിച്ചൊരു നല്ല ഐഡിയ തന്നെ ഉണ്ടായിരിക്കും. അപ്പം മെയിനായിട്ട് അതിൻ്റെ കാര്യം നമ്മൾ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരോ ഒരു ഹൈജീൻ കീപ്പ് ചെയ്യാത്തതിൻ്റെ കാരണമാണെന്ന് എല്ലാവർക്കും അറിയാം. എസ്പെഷ്യലി കുട്ടികൾ കൈ കഴുകുന്നതാണ് വേം ട്രബിൾസ് വരാതൊക്കെ ഉള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഹൈജീൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂം പോണതിന് മുന്നോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേക്കെ കുട്ടികളെ ഇതൊരു ശീലമായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ ഫുഡ്, അതായത് വൃത്തിഹീനമായിട്ടുള്ള വെള്ളത്തിലൂടെയൊക്കെയാണ് കുട്ടികൾക്ക് ക്രിമിശല്യം ഉണ്ടാകുന്നത്. കാരണം ഈ വെള്ളത്തിലോ അല്ലെങ്കിൽ ഫുഡിലോ ഒക്കെ ഈ ക്രിമികളുടെ അല്ലെങ്കിൽ വിരകളുടെ ഒക്കെ ലാർവയോ എഗ്ഗോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വിരശല്യം ഉള്ള ഒരാളായിട്ട് ക്ലോസ് കോണ്ടാക്ട് വെക്കുന്നതും ഈ വേം ട്രബിൾസ് വരാനുള്ള ഒരു കാരണമാണ്. ഇനി ഇതിൻ്റെ പ്രിവെൻഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ ഏറ്റവും ആദ്യം കീപ്പ് ചെയ്യേണ്ടത് ഹൈജീനാണ്. അപ്പോൾ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാത്റൂം പോയതിന് ശേഷമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ടോ സോപ്പ് ഉപയോഗിച്ച് തന്നെ കൈ കഴുകാൻ ശീലിപ്പിക്കുക. കൂടാതെ കുട്ടികളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ നഖങ്ങളൊക്കെ വെട്ടി നല്ല ക്ലീൻ ആക്കി വെക്കാനും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കുട്ടികൾക്ക് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറോ ഫുഡോ ഒന്നും കൊടുക്കാതിരിക്കുക. മാക്സിമം നന്നായി തിളപ്പിച്ച വെള്ളം തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വിരശല്യത്തിന് മരുന്ന് കഴിച്ചിട്ടും വീണ്ടും ഈ വിരശല്യം വരുന്നതായിട്ട് കാണാം. ഈ വിരശല്യം ഹോമിയോപ്പതിക് മെഡിസിൻസും ട്രീറ്റ്മെൻറ്റ്സും വഴി നല്ല രീതിക്ക് തന്നെ പൂർണ്ണമായി മാറ്റിയെടുക്കാം.